ഹായ് മക്കളെ, ശ്രീഭാമ മിസ് ആണ്. സോ എക്സാംസും കാര്യങ്ങളും തകർത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സോ ബേസിക് സയൻസിന്റെ കൂടാണ് നീ ബേസിക് സയൻസിൽ ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പഠിച്ചാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മുടെ ശരീരത്തിനകത്ത് ആസിഡ് ഉണ്ടെന്നും അത് അധികമായാൽ രോഗമുണ്ടാകുന്ന രാജു രാമുവിനോട് പറഞ്ഞു. ഇത് ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാജു ടോൾഡ് രാമു ദാറ്റ് there are acid inside our body. When the amount of acid increases it causes diseases. കറക്റ്റ് ആണോടാ? ഓഫ് കോഴ്സ് ഇത് കറക്റ്റ് ആണ്. നമുക്കറിയാം നമ്മുടെ ബോഡിക്കകത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരുണ്ട്? HCl എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് അല്ലെ. ഇതിന്റെ അളവ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി എന്ന് പറയും. അസിഡിറ്റി പറയുമ്പോൾ തന്നെ എന്താ മക്കളെ? ആസിഡിന്റെ അംശം കൂടുക. അപ്പൊ HCl കൂടുതലായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്? അസിഡിറ്റിക്ക് റീസൺ ആകും. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ സിംറ്റംസ്? ഈ നെഞ്ചിരിച്ചില്, നീറ്റല്, പുളിച്ചത് കെട്ടൽ, മലബന്ധം ഒക്കെ അതിനുള്ള റീസൺ ആണ് കേട്ടോ. സോ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ഇൻ സ്റ്റൊമക് ഫെസിലിറ്റേറ്റ് ഡൈജഷൻ ഓഫ് ഫുഡ്. Some persons may enhance the production of the acid in the body. Resulting condition is called acidity. Abdominal pain, heartburn, nausea, constipation ഒക്കെ ഇതിനുള്ള സിംറ്റംസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സാധനമാണ് അന്റാസിഡുകൾ എന്ന് വെച്ച് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി, ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആസിഡ് കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള മറ്റൊരാൾ വരണം. അതാണ് ബേസുകൾ. സോ ബേസ് ആയിട്ടുള്ള സാധനമാണ് എന്ത് ചെയ്യുക? ഈ അന്റാസിഡിന് വേണ്ടി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബേസ് വന്നാൽ ആസിഡ്, സ്ട്രോങ് ആയ ആസിഡിന് സ്ട്രോങ് ഒരുത്തനും കൂടെ വന്ന് അടി കഴിഞ്ഞാൽ എന്താ? ന്യൂട്രൽ ആയി പോകും അല്ലേ. അങ്ങനെ നമുക്ക് നിർവീര്യമാക്കാൻ പറ്റും. അതിനാണ് അന്റാസിഡ്സ് ഡോക്ടേഴ്സ് ഇത് വരുമ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഉച്ഛ്വാസവായു, നിശ്വാസവായു, ഓക്സിജൻ എത്ര %? ഉച്ഛ്വാസവായുവിൽ എത്രയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അതൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ എന്തുകൊണ്ടാണ് ഈ വേരിയേഷൻസ്, വ്യത്യാസമുണ്ട് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും രണ്ടിലും എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിൽ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൊരു സ്ട്രോ കൊണ്ട് ഊതുകയാണെങ്കിൽ ഇതിലുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് തമ്മിലൊരു ഡിഫറൻസ്? വാട്ട് ഹാപ്പൻസ് വെൻ ബ്ലോ എയർ ഇൻ ക്ലിയർ ലൈം വാട്ടർ യൂസിങ് സ്ട്രോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എടാ, ഇൻഹെയിൽ ചെയ്യുമ്പോഴും എക്സെയിൽ ചെയ്യുന്ന സമയത്തും എന്തൊക്കെ ഡിഫറൻസ് ആണ് വരുന്നത്? ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. മെയിൻ കാര്യം, നമ്മൾ ഉച്ഛ്വാസമുണ്ട്, നിശ്വാസമുണ്ട്, ഇൻസ്പിറേഷൻ ഉണ്ട്, എക്സ്പിറേഷൻ ഉണ്ട്. ഇൻസ്പിറേഷൻ പറയുമ്പോൾ ഉള്ളിൽ കിടക്കുന്ന പരിപാടി. അപ്പൊ എന്താ? ഡയഫ്രം ചുരുങ്ങി വളവൽപ്പം നിവർന്ന് വാരിയിലും കൂടെ നിവരുന്നു അല്ലെ എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെ നെഞ്ചിന്റെ ആ ഭാഗം വിരിയുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ലേ? അതുപോലെ വ്യാപ്തി വർദ്ധിച്ച് ശ്വാസകോശം വികസിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നന്നായിട്ട് വലുതായി എലബറേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ശ്വാസം എടുക്കുമ്പോൾ വായു ഉള്ളിലോട്ട് കടന്നു. ആരെ കടന്നേ? ഓക്സിജൻ കൂടുതലായിട്ട് കടന്നു. എന്നിട്ട് നിശ്വാസം ചെയ്യുമ്പോൾ ശ്വാസകോശത്തിൽ നിന്ന് അവിടെ അങ്ങ് ചുങ്ങും അല്ലെ, ഈ ഭാഗം അങ്ങ് ചുങ്ങുന്ന പോലെ ഫീൽ ചെയ്യില്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും വായു പുറത്തോട്ട് പോവാണ്. ഔരസാശയത്തിന്റെ വ്യാപ്തി കുറഞ്ഞ് ശ്വാസകോശം ചുരുങ്ങുകയാണ്. കാരണം പുറത്തേക്ക് പോകുമ്പോൾ ആളിങ്ങ് ചുരുങ്ങുകയാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ഡയഫ്രം പൂർണ്ണമായിട്ട് എത്തിയിട്ട് വാരിയിലും കൂടെ താഴുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ് വ്യത്യാസം ചോദിച്ചാൽ, ഓക്സിജന്റെ അളവ് ഉള്ളിലോട്ട് എടുക്കുന്നതിൽ കൂടുതലാണ്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. പുറത്ത് വിടുന്നതിലോ കുറവായിരിക്കും. നോക്കുക, 15 ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് നോക്കുക, ഉള്ളിലോട്ട് എടുക്കുന്നതിൽ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, 0.04 ഉള്ളൂ. പക്ഷെ തിരിച്ചു പോകുന്നില്ലോ, നമുക്ക് 4% കൂടിയല്ലേ. കാരണം പുറത്ത് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ഉള്ളിലേക്ക് എടുക്കുന്നത് ഓക്സിജൻ നമുക്കറിയാം. പിന്നെ നൈട്രജനും വ്യത്യാസമില്ല. ജലബാഷ്പത്തിലും ഉള്ളിലോട്ട് എടുക്കുന്നതിൽ കുറവും പുറത്തെടുക്കുന്നതിൽ കൂടുതലുമാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം ചോദിച്ചാൽ നമുക്കറിയാം. ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഓക്സിജൻ ആണ് ഉള്ളിലോട്ട് എടുക്കുന്നത്. നമ്മുടെ ശരീരപ്രവർത്തനങ്ങളെല്ലാം ഓക്സിജൻ എന്ത് ചെയ്തു? കഴിച്ചതിന് ശേഷം പുറത്ത് പോവാണ് ചെയ്യുക. അപ്പൊ ഓക്സിജന്റെ അളവ് കുറയും. പിന്നെ പുറന്തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സെറ്റിലടാ. അടുത്തത്, ഇത് എപ്പോഴും ചോദിക്കുന്ന പോർഷൻ ആണ് കേട്ടോ. ഈ പിക്ചർ അടക്കം ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. ശ്വാസകോശമായിട്ടുള്ളൊരു മാതൃക തന്നിട്ടുണ്ട്. ഈ ശ്വാസകോശ മാതൃകയിൽ വൈറ്റ് ട്യൂബിൽ ഉറപ്പിച്ചിട്ടുള്ള ബലൂണുകള് എന്താണ് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആടാ. ഇത് പഠിക്കാണ്ട് പോവുക ചെയ്യരുത് കേട്ടോ. നോക്കിക്കോ, ഇതിനകത്ത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് നമ്മൾ ഇതേപോലെ വൈറ്റ് ട്യൂബ് ഒക്കെ വെച്ച് 2 ബലൂൺസ് വെച്ചിട്ടുണ്ട്. ഈ ചെറിയ ബലൂണുകൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലങ്സിനെയാണ് കേട്ടോ. നമ്മുടെ ലങ്സിലെ ശ്വാസകോശം, സ്പോഞ്ച് പോണിയാണെന്ന് പറഞ്ഞ ശ്വാസകോശം തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ശ്വാസകോശത്തിന്റെ കേസ് നോക്കുന്ന സമയത്ത് ഉള്ളിന്ന് നമ്മൾ ഇതേപോലെ മൂക്കിന്ന് നമ്മൾ ശ്വാസം എടുത്ത് നേരെ പോയി നമ്മുടെ ശ്വാസനാളം ട്രക്കിയ വഴി പോയി ബ്രോങ്കി, ശ്വസനിയുണ്ട് ആൻഡ് ശ്വസനികയുണ്ട്, പിന്നെ വായു അറയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഡയഫ്രം ഉണ്ട്. ഈ 2 സൈഡിലായിട്ട് കണ്ടോ, അതായത് ഇതേപോലെയുള്ള ട്യൂബല്ല ഇവിടെ വരച്ചിരിക്കുന്നത്. 2 സൈഡിലായിട്ടുള്ള ഇവനാണ് ആരെന്ന് പറഞ്ഞത്? ലങ്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ ബ്രോങ്കിയോളി, അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ വായു അറ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഡയഫ്രം അതിന്റെ തൊട്ട് താഴെയായിട്ട് അതേപോലെ ഇങ്ങനെ ഉണ്ട്, ഒരു റാ ഷേപ്പിൽ ഇവിടെ ഇങ്ങനെ ഉണ്ട്. പിന്നെ സൈഡിലായിട്ടാണ് ലെങ്സ് ഉള്ളത്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബലൂണിന്റെ മാതൃക നമുക്ക് തന്നിട്ടുള്ളത്. അത് പഠിച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്.
സെറ്റ് അല്ലേ? അടുത്ത നോക്കാം നമുക്ക്. മൈക്രോസ്കോപ്പിലൂടെ ഉള്ള ബ്ലഡിന്റെ ഇത് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ABC തിരിച്ചറിയാൻ വേണ്ടി ചോദിച്ചു. രക്തത്തിന്റെ ധർമ്മങ്ങൾ എന്താണെന്ന് ചോദിച്ചു. എടാ മക്കൾ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പല പല ഷേപ്പിൽ കാണുന്ന ആളുകളായതുകൊണ്ട് ഇത് നമുക്ക് WBC ആണെന്ന് അപ്പം തന്നെ എഴുതി വെക്കാൻ പറ്റും. C എന്ന് പറയുമ്പോൾ കുട്ടി കുട്ടി VV ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കി വെക്കും അവൻ എന്താ പ്ലേറ്റ്ലെറ്റ്സുകളാണെന്ന് പഠിച്ചു വെക്കാൻ പറ്റും. പിന്നെ റൗണ്ട് ഷേപ്പ് ഉള്ളവന്മാരാണ് RBC എന്ന് നമുക്കറിയാം അല്ലെ. ഇത് പഠിക്കാൻ സിമ്പിൾ ട്രിക്ക് ഉണ്ട്, മിസ്സിന്റെ കയ്യിൽ പറഞ്ഞുതരാം. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ആദ്യം പഠിച്ചു വെക്കുക. രക്തത്തിന് കട്ട പിടിക്കുന്ന. അപ്പൊ പ്ലേറ്റിൽ നമ്മൾ കട്ടയ്ക്ക് ഫുഡ് ഇട്ട അമ്മ നല്ല വിശപ്പുണ്ട് പറയും അല്ലെ. എന്നിട്ട് പ്ലേറ്റിൽ കട്ടയ്ക്ക് ഫുഡ് ഇടില്ലേ, അപ്പൊ പ്ലേറ്റ് കട്ടയ്ക്കുള്ള ഫുഡ്. അപ്പൊ രക്തം കണ്ടുപിടിക്കാൻ പ്ലേറ്റ്ലെറ്റ് കഴിച്ചു കഴിഞ്ഞാൽ പറയും അപ്പാ സെറ്റ് V for victory. അപ്പൊ വിക്ടറി ഷേപ്പ് പോലെ കുട്ടി കുട്ടി VV ഷേപ്പ്. പിന്നെ ചുവന്ന രക്തകോശം ഡിസ്കോ ഷേപ്പ്. ഡിസ്കിന്റെ ആകൃതി മർമ്മമില്ല, അതിനകത്ത് ഹീമോഗ്ലോബിൻ ഉള്ളതുകൊണ്ട് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാ ഭാഗത്തോട്ട് എത്തിക്കുന്നു. WBCക്ക് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. മിസ് പറഞ്ഞില്ലേ, പല പല ഷേപ്പാ. ഹാർട്ടിന്റെ ഷേപ്പ് ഉണ്ട്, ഹെഡ്ഫോണ്, 2 ഹെഡ്ഫോൺ കൂടിയ ഷേപ്പ്, പല പല ഷേപ്പ് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആകൃതി ഇല്ലാത്ത ആളാണ്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. പിന്നെയുള്ള ഒന്നാണ് മഞ്ഞ കളർ കാണിക്കുന്ന ലിക്വിഡ് പാർട്ടുള്ളതാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിനെ ക്യാരി ചെയ്യുന്നതാണ് പ്ലാസ്മയുടെ ഭാഗം കേട്ടോ. പ്ലേറ്റ്ലെറ്റ് ബ്ലഡ് ക്ലോട്ടിംഗ്, RBC ഡിസ്ക് ഷേപ്പ്, WBC ഡിസ്ട്രോയ് പാത്തോജൻസ് ആണ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇടാ പഠിക്കണം. ഇനി ചിത്രം നിരീക്ഷിച്ച് ഈ സംഘടനയുടെ പേരെന്താ ചോദിച്ചു. പിന്നെ എന്താണ് 3R എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാ മക്കൾ ഈ സംഘടന? നമുക്കറിയാം ഇത് ഹരിത കർമ്മസേനയാണ് അല്ലേ. നമ്മുടെ ഈ പ്ലാസ്റ്റിക് പോലെയുള്ള ഐറ്റംസ് എത്ര മണ്ണിലിട്ടാലും ലയിക്കാതെ കിടക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അവരെ ശേഖരിക്കാൻ വേണ്ടി വാതിൽപ്പടി ശേഖരം നടത്തുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്, ഹരിതകർമ്മ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. 2017 ഒക്ടോബർ മാസത്തിലാണിത് നിലവിൽ വന്നിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ഇംപ്ലിമെന്റ് ചെയ്തതെന്നും പഠിച്ചു വയ്ക്കുക. സെറ്റ് അല്ലേ? അത് ക്ലിയർ ചെയ്തിട്ട് പഠിക്കുക, ഉഷാറായി പഠിക്കുക. പിന്നെ 3R എന്താണെന്ന് ചോദിച്ചു. അത് റെഡ്യൂസ്, റീസൈക്കിൾ, റീയൂസ് ആണ് അല്ലേ. ഏതൊക്കെയാണ്? ഒന്ന് മിസ് വേണമെങ്കിൽ ഇത്തരം റെഡ്യൂസ്, റീസൈക്കിൾ, റീയൂസ് എന്ന് പറയുന്നതാണ്. R എന്ന് പറയുന്ന 3R എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ കേസിൽ വരുന്നത്. അതും പഠിച്ചു വെക്കാം കേട്ടോ. സോ അടിപൊളിയായി തന്നെ എക്സാം എഴുതാം. ഒരുപാട് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. സോ എക്സാം തകർത്ത് തന്നെ എഴുതണം, ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്.